10 നല്ല കാര്യം ചെയ്തിട്ടാ ഒരു വേണ്ടാത്ത കാര്യം ചെയ്യേണ്ടത്. എന്തിനാ തല്ലിയെന്ന് ഡയറക്റ്റ് ആയിട്ടൊക്കെ ചോദിച്ചാൽ പോരെ, വെറുതെ ഡാൻസ് കളിക്കുന്നെന്തിനാ? This is without center speak amplifier. ഇറങ്ങ. സ്വന്തം തന്തയെ തല്ലിയിട്ട് എന്തിനാ തല്ലിയെന്ന് ചോദിക്കാൻ പറയാൻ നാണം ഉണ്ടോടാ? നടു റോഡിലെങ്കിലും ഗ്യാപ്പില്ലാതെ ഒന്ന് മിണ്ട്. നിങ്ങൾ എൻ്റെ സ്വന്തം തന്തയല്ല, അതുകൊണ്ടാണ് തല്ലിയത്. സ്വന്തം തന്തയല്ലെന്നോ? ഞാൻ സ്വന്തം തന്തയല്ലെന്നോ? പിന്നെ എങ്ങനെ ഉണ്ടായടാ നീ? മോളിൽ നിറങ്ങി വന്നു. ഞാനായിട്ട് വന്നതല്ല, കൊണ്ടുവന്ന നിങ്ങൾ. Turn on center speak amplifier. See the crash. കുറെ കാലം കോമായി കിടന്ന ഒരു നേഴ്സ് എന്തെങ്കിലും ബോധമില്ലാതെ പറഞ്ഞ് അതങ്ങ് വിശ്വസിക്കാം. അതിന് നേഴ്സ് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലല്ലോ. പറ, എന്റെ അച്ഛൻ രാമേന്ദ്രനാണോ? ആണോ മറ്റോ ഒന്ന് പറയാൻ. വാത്മയ്ക്ക് ആവശ്യമുള്ളതിനില്ലാത്തതിനൊക്കെ എന്നെ ചീത്ത വിളിക്കാൻ വാ വിളിക്കാറുണ്ടല്ലോ. പറ, ഇതിന് ഉത്തരം പറയാൻ. അത് എന്റെ മോൻ, അവൻ നന്നായി വളരാൻ വേണ്ടി. അവൻ നന്നായി വളരാൻ അവിടെ നിർത്തി, പക്ഷെ എന്നെ എന്തിനാ ടോർച്ചർ ചെയ്തത്? എന്റെ അച്ഛനോടുള്ള നിങ്ങളുടെ അസൂയ. നിങ്ങളുടെ കൂടെ ജോലി ചെയ്ത ഒരാൾ നിങ്ങളുടെ കൺമുമ്പിൽ കൂടെ കോടീശ്വരനായില്ല, അതിന്റെ അസൂയ കൊണ്ടാ. അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്നിൽ രാമേന്ദ്രനെ കണ്ട് കഴിഞ്ഞ 10-25 കൊല്ലമായിട്ട് ആട്ടി തുപ്പി ചവിട്ടി അരക്കായിരുന്നില്ലേ നിങ്ങൾ? ആലോചിച്ചിട്ടുണ്ടല്ലോ എന്താവുന്നു എനിക്ക്. കുടിക്ക്, ചത്തുപോണ്ട. ഇതെല്ലാരോടും പറഞ്ഞ് നീ അവനെ റോഡി ഇറക്കി വിടൂടാ. Turning off. അവന്റെ ജീവിതം നീ നശിപ്പിക്കോടാ. ഞാൻ നിന്റെ കാല് പിടിക്കടാ. മിണ്ടി പോരുത്. നിങ്ങൾ ചെയ്ത ചെറ്റത്തരം ഞാൻ ആരോടെങ്കിലും വിളിച്ച് പറഞ്ഞാല് നിങ്ങളുടെ മോനെ പാലസിൽ നിന്ന് എടുത്ത് പെരുവഴിയിലേക്ക് എറിയോ അവര്. പെട്ടെന്ന് അവന്റെ അമ്മ അവന് മേഡാകും, അവന്റെ അച്ഛൻ അവന് ബോസ് ആകും. തന്നെ പോലെ ഒരു ക്ലർക്ക് അവന്റെ അച്ഛനായിട്ട് മാറുമ്പോ അതൊന്നും സഹിക്കാൻ പറ്റാതെ നമുക്ക് സൂസൈഡ് ചെയ്ത് കളയും. Turning on. അതൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഞാനവിടെ മിണ്ടാ നിന്ന് പോയത്. അതുപോലെ തന്നെ റോഡിലേക്ക് ഇറക്കിവിട്ട വിഷമിക്കുന്ന എന്റെ അമ്മയല്ലേ? ഇത്രയും നാള് വളർത്തിയ ഒരാള് എങ്ങനെ അമ്മയല്ലാതാവുന്നത്? അതുപോലെ എന്റെ സ്വന്തം അമ്മയെന്ന് വിളിക്കാനും പറ്റില്ല. താനീ ചെയ്ത തെറ്റുകളുടെ ശിക്ഷ താൻ തന്നെ ചുമന്ന് അനുഭവിക്കേ, അല്ലെ പോയി ചാവും. നിനക്കിതൊന്നും വേണ്ടെങ്കിൽ പിന്നെ എല്ലാം അറിഞ്ഞിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഫ്രീഡം. നിങ്ങളുടെ പിടിയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഫ്രീഡം. ചെറുപ്പം മുതൽ എന്ത് ആവശ്യപ്പെട്ടാലും ഒരു വാക്ക് എതിർത്ത് പറയാതെ ഞാൻ ചെയ്തു. ഇനിയിപ്പോ എന്ത് ചെയ്യണമെങ്കിലും ഞാൻ ആരെയും നോക്കണ്ടല്ലോ. അത്രയ്ക്ക് സമാധാനമുണ്ട് എനിക്ക്. ഐ എം ഫ്രീ. ഫ്രീ. വാത്മീകി എന്ന് തന്നെ എപ്പോ കാണുമ്പോൾ ഇറിറ്റേഷൻ തോന്നുമായിരുന്നു, പക്ഷെ ഫസ്റ്റ് ടൈം സഹതാപം തോന്നും. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് തന്റെ മോൻ തന്നെ ഒരിക്കലും അംഗീകരിക്കില്ല. വിളിക്കാനും പോകുന്നില്ല. തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വെരി ബാഡ്. വണ്ടിക്ക് ഇൻഷുറൻസും ഉണ്ട്, അവൻ പറയുന്നതിൽ അഷുറൻസും ഉണ്ട്. അത് മതി.